പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്കയുമായി യുഎസിലെ ഡെമോക്രാറ്റിക് സെനറ്റർമാർ രംഗത്ത്. ഇറാൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കരസേനയെ വിന്യസിച്ചേക്കാമെന്ന ഭയവും ഇറാൻ സൈന്യത്തിന് റഷ്യ നൽകുന്ന പിന്തുണയുടെ പശ്ചാത്തലത്തിലുള്ള വലിയ അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് അവർ ആശങ്ക രേഖപ്പെടുത്തുന്നത്. റഷ്യ ഇതിനകം തന്നെ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകി സഹായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കൂടാതെ അമേരിക്കയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു അച്ചുതണ്ട് അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാണ് ന്യൂ ഹാംഷറിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ ജീൻ ഷഹീൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞത്. യുഎസ് സൈനിക താവളങ്ങളെയും കപ്പലുകളെയും ലക്ഷ്യം വെക്കുന്നതിനുള്ള വിവരങ്ങൾ റഷ്യ ഇറാന് നൽകുന്നുണ്ടെന്ന് യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമായി അടുത്ത ബന്ധമുള്ള 2 വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. യുഎസ് കരസേനയെ ഇറാനിലേക്ക് അയക്കുന്നതിനുള്ള സാധ്യത ട്രംപ് ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. കോൺഗ്രസിലെ ഇരു സഭകളിലും നേരിയ ഭൂരിപക്ഷമുള്ള അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇറാൻ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്ത്രത്തെ ഏതാണ്ട് ഐക്യകണ്ഠേനയാണ് പിന്തുണയ്ക്കുന്നത്. ഇതിൽ ചുരുക്കം ചിലർ മാത്രമാണ് യുദ്ധത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. ഇറാനെതിരായ യുഎസ് ഇസ്രയേൽ സംഘർഷത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് യുഎസ് സൈനികർ രംഗത്ത് വന്നിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടികളിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച് നിരവധി സൈനികരുടെ ഫോൺ കോളുകൾ ലഭിക്കുന്നുണ്ടെന്ന് യുദ്ധങ്ങളോട് മനസാക്ഷിപരമായ എതിർപ്പുകൾ അറിയിക്കാനുള്ള നോൺ പ്രോഫിറ്റ് സംഘടനയായ സെന്റർ ഓൺ കോൺസൈൻസ് ആൻഡ് വാർ വെളിപ്പെടുത്തി. ഇറാനെതിരായ യുഎസിന്റെ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം സൈനികർ സേനയിലുണ്ട്. 2003 യുഎസിന്റെ ഇറാഖ് അധിനിവേശത്തോടുള്ള സൈനികരുടെ എതിർപ്പുമായി ഇതിനെ താരതമ്യം ചെയ്യാമെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ഇറാനിൽ ട്രംപ് യുഎസ് സൈന്യത്തെ വിന്യസിക്കാൻ പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തെത്തിയതോടെ എതിർപ്പ് അറിയിച്ച് നിരവധി ഫോൺ കോളുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് അറിയാവുന്നതിലും കൂടുതൽ യൂണിറ്റ് സൈനികരെ ഇറാനിൽ അയക്കാനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതെന്നും സംഘടന എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഒരു സൈനികരിൽ നിന്ന് ലഭിച്ച ഫോൺ കോൾ പ്രകാരം അദ്ദേഹത്തിന്റെ യൂണിറ്റിൽ നിന്നും വ്യാപകമായ എതിർപ്പാണ് ഉയരുന്നതെന്നും സംഘടന വെളിപ്പെടുത്തിയിരുന്നു. ഇറാനിലെ തെക്കൻ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ യുഎസ് നടത്തിയ വ്യോമാക്രമണമാണ് യുഎസ് സൈനികരുടെ കടുത്ത എതിർപ്പിന് കാരണമായതെന്നും സംഘടനാ എക്സിക്യൂട്ടീവ് അറിയിച്ചു. ആക്രമണത്തിൽ 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടതും അന്താരാഷ്ട്ര ജലാതിർത്തിയിലെ ഇറാനിയൻ ഫ്രിഗേറ്റിന് നേരെയുണ്ടായ ആക്രമണവും സൈനികർക്കിടയിൽ വെറുപ്പുണ്ടാക്കിയെന്ന് എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മാർച്ച് 8 യുഎസ് ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി അറിയിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിരുന്നു. ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ റഷ്യൻ കോൺസുലേറ്റിന് കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടന തരംഗത്തിൽ ജീവനക്കാർ തെറിച്ചു വീണു. ഓഫീസ് കെട്ടിടത്തിലെയും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളുടെയും ജനാലകൾ തകരുകയും ചെയ്തു. ഭാഗ്യവശാൽ ആളപായമോ ഗുരുതരമായ പരിക്കുകളോ ഉണ്ടായിട്ടില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ വിശദീകരിച്ചിരുന്നു. നയതന്ത്ര പ്രതിനിധി സംഘത്തിനു നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ നഗ്നമായ ലംഘനമാണെന്നും എല്ലാ കക്ഷികളും നയതന്ത്ര നിയമങ്ങൾ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ യുഎസ് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെയാണ് റഷ്യ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ചിരുന്നു. ശത്രുത അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് റഷ്യ ഇറാനോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.